നമസ്കാരം. പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ LDF സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടോ അല്ലെങ്കിൽ LDF സർക്കാരിൻ്റെതായിട്ടുണ്ടോ എന്നാണ് സാബു ജേക്കബ് ചോദിച്ചത്. ജസ്റ്റ് അതൊന്ന് കേൾക്കാം. ഇപ്പോൾ 10 വർഷമായിട്ട് പിണറായി സർക്കാർ ഇവിടെ ഭരിക്കുന്നു. അവർ സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു വികസനം, അതായത് ഈ കേരളത്തിനുണ്ടാക്കിയ ഒരു വികസനം എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇവരോട് ആരോട് ചോദിച്ചാലും പറ്റില്ല. ഇപ്പോൾ ആകെ നമുക്ക് എടുത്തു പറയാവുന്ന എന്താണ്, കാസർഗോഡ് നിന്ന് ഒരു 6 വരി പാത തിരുവനന്തപുരത്ത് പോകുന്നുണ്ട്. ആരാ അതിൻ്റെ പണം മുടക്കുന്നത്? ഇതിൻ്റെ പ്ലാൻ ഉണ്ടാക്കിയത് ആരാണത്? കേന്ദ്ര ഗവൺമെൻറ് 3 ലക്ഷം കോടിയാണ് ഇതുവരെ മുടക്കിയിരിക്കുന്നത്. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അത് പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു സ്ഥലം കൊടുക്കാതെ എങ്ങനെ വികസനം വരാൻ പറ്റും? പക്ഷേ അതിൻ്റെ എമൗണ്ട് മുഴുവൻ മുടക്കിയിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാനുകളാണത്. അതായത് കഴിഞ്ഞ 10 വർഷം ഈ സർക്കാർ ഇവിടെ ഭരിച്ചിട്ടും മറ്റുള്ളവർ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെങ്കിൽ അവർ തുടങ്ങി വെച്ചത് നടപ്പിലാക്കുകയല്ലാതെ എന്തെങ്കിലും പുതിയ ആശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടു വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അവർ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നാണ് സാബു ജേക്കബ് ചോദിച്ചത്. എനിക്കതിലൊരു എതിർപ്പുണ്ട്. കാരണം ഏതെങ്കിലും ഒരു പദ്ധതി തുടങ്ങി വെക്കുന്നതിലല്ല അല്ലെങ്കിൽ ആശയം കൊണ്ട് വരുന്നതിലല്ല കാര്യം, അത് നടപ്പാക്കുന്നതിലാണ്. കാരണം ഈ ലോകത്തെ ഏത് മഹാസംഭവവും ഏതെങ്കിലും ഒരു മണ്ടന്റെ ഒരു മന്ദബുദ്ധിന്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും തലയിൽ ഉദിച്ചതാ. അത് പിന്നെ അവിടെ കിടക്കും. ആരെങ്കിലും അതെടുത്ത് പൊടി തട്ടിയിട്ട് അത് നടപ്പിലാക്കുമ്പോഴാണ് അതൊരു മഹാസംഭവമാകുന്നത്. അതുവരെ അതൊരു മന്ദബുദ്ധിയാണ് കിടക്കുക. അത് എല്ലാ സംഭവവും അത് തന്നെ. ഏത് മഹാസംഭവം എടുത്തു നോക്കിയാലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇവിടെ ഒരു മലയോര ഹൈവേ ഉണ്ട്. ഈ മലയോര ഹൈവേയുടെ കഥ തന്നെ നമുക്കൊന്ന് എടുക്കാം. 1960കളിൽ R. ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന ആ സർക്കാരിന്റെ കാലത്താണ് ഇതിന്റെ പദ്ധതി തുടക്കമാണ്. നമുക്കറിയാലോ, അന്ന് സർക്കാർ ഏതാണ്? കോൺഗ്രസ് സർക്കാരാണ്, UDF സർക്കാരാണ്. അന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്ന PP ഉമ്മർകോയ സാഹിബ് മലയോര ഹൈവേ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മലയോര ഹൈവേ എന്നൊരു പദ്ധതി, അത്തരത്തിലൊരു റോഡ് വന്നു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും. വികസനം മലയോര മേഖലകളിലേക്ക്, ഹൈറേഞ്ച് മേഖലകളിലേക്ക് ഒന്നും വരുന്നില്ല. ആ സ്ഥാനത്ത് ഒരു മലയോര ഹൈവേ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്നൊരു ആശയം കൊണ്ടുവന്നു. നല്ലത്. UDFന്റെ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് അത് കൊണ്ടുവന്നത്. ഏത് വർഷം? 1960കളിൽ. 1963ലാണ് അതിന് പദ്ധതിക്ക് അനുമതി ലഭിച്ചതായിട്ട് രേഖകൾ കാണുന്നത്. അതായത് 1960കളിൽ കൊണ്ടുവന്ന ഒരു ആശയം 1963ൽ ഇത്തരത്തിൽ ഒരു ആശയം നടപ്പിലാക്കാനായിട്ടുള്ള ഭരണ അനുമതി ലഭിച്ചു. ഇത്രയും ഒരു ഏകദേശം. ഇനി 2005 വരെ ഇത് പാത്തു വെച്ചിരുന്നു. അതായത് 2005 വരെ LDF UDF സർക്കാരുകളുണ്ട്. ഇതിനിടയിലാണ് കരുണാകരൻ സർക്കാർ ഉള്ളത്, EK നായനാർ സർക്കാർ ഉള്ളത്, പലരും ഉള്ളത്, ഇല്ലേ? അച്യുതാനന്ദ സർക്കാർ ഉണ്ടത്, പലരും ഉണ്ട്. പക്ഷെ 2005ൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എത്തുന്നത് വരെ വേണ്ടി വന്നു അതിന്റെ നിർമ്മാണോദ്ഘാടനം നടത്താൻ. ഞാൻ ചോദിക്കട്ടെ, 1960കളിൽ UDF സർക്കാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെങ്കിൽ തൊട്ടടുത്ത UDF സർക്കാരിന് നടപ്പിലാക്കി കൂടായിരുന്നോ? LDF അത് ചെയ്തില്ല. ഓക്കെ, UDF നടപ്പിലാക്കിയില്ല. അതിനുശേഷം വന്ന LDF സർക്കാർ നടപ്പിലാക്കിയോ? ഇല്ല. അതിനുശേഷം വന്ന UDF സർക്കാർ നടപ്പിലാക്കിയോ? ഇല്ല. അവസാനം 2005ല് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ അന്നത്തെ ആ ഫയൽ പൊടി തട്ടിയെടുത്തിട്ട് എന്നാൽ നമുക്കതൊന്ന് ചെയ്തു കളയാം എന്ന് കരുതി ഒരു ഉദ്ഘാടനം നടത്തി. നിർമ്മാണോദ്ഘാടനം നടത്തി വെച്ചു. അവിടെ കിടന്നതല്ലാതെ പിന്നെ എന്തെങ്കിലും സംഭവിച്ചോ? അതില് 2016ലാണല്ലോ പിണറായി സർക്കാർ വരുന്നേ. അവിടെ സമയം ഉണ്ടായിരുന്നല്ലോ ഇഷ്ടം പോലെ. അപ്പൊ ഇതൊന്നും ചെയ്യാതെ അവിടെ കിടന്നു. 2000 മുതൽ 2016 വരെയുള്ള കാലഘട്ടത്തിൽ UDF ആയിരുന്നല്ലോ, ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നേ, ഇല്ലേ? 2016ലല്ലേ പിണറായി സർക്കാർ അധികാരത്തിലേക്കുന്നേ. അതിന് തൊട്ടു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നല്ലോ. 2005ൽ തുടങ്ങി വെച്ചത് ആ നിർമ്മാണോദ്ഘാടനം നടത്തിയത് വേണമെങ്കിൽ ഇവർക്ക് ചെയ്യാമായിരുന്നല്ലോ. ചെയ്തോ? ഇല്ല. അത് അങ്ങനെ പോയി. അതേസമയം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം അതങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. അതായത് കുറെ കടം വാങ്ങി. എന്തായാലും ഖജനാവിൽ ഫണ്ടില്ല, കുറച്ച് കടം വാങ്ങാം ഏതെങ്കിലും വിധത്തിൽ. അതിന് ഞാൻ പറഞ്ഞില്ലേ, പുട്ടടിക്കാനോ കട്ടെടുക്കാനോ അത് എന്തോ ആയിക്കോട്ടെ, ഏതായാലും കിഫ്ബി എന്നൊരു ഫണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പണി തുടങ്ങി. ഏതൊരു പദ്ധതിയും നിർമ്മാണോദ്ഘാടനം നടത്തിയിട്ടോ അല്ലെങ്കിൽ കടലാസിൽ അതിനുള്ള വിഭാവനം ചെയ്തു വെച്ചാലൊന്നും ജനങ്ങൾക്ക് കിട്ടില്ല. ജനങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് പ്രവർത്തന മണ്ഡലത്തിലേക്ക് കൊണ്ടുവരണം. അത് ഉപയോഗിക്കാൻ രീതിയിൽ അത് നിർമ്മിക്കണം. അങ്ങനെ നിർമ്മിച്ചതാരാ? ഇനിയിപ്പോ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ബാക്കി പൂർത്തിയാകാനൊക്കെ ഉണ്ട്. ഇപ്പൊ കിഫ്ബിന്റെ ഫണ്ട് എടുത്തുകൊണ്ട് മലയോര ഹൈവേ മിക്കവാറും എല്ലായിടത്തും പൂർത്തിയായി കഴിഞ്ഞു. ഞാൻ അതുവഴിയൊക്കെ വണ്ടി ഓടിച്ചു പോകുന്ന ആളാണ്. എനിക്കറിയാം, നല്ല റോഡാണ്. അതിൽ ആർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാവും തോന്നുന്നില്ല. ഇനിയും കുറെ സ്ഥലങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടക്കാനുണ്ട്, കുറെ നടത്താനുണ്ട്. ഒരുപക്ഷെ ഈ അടുത്ത സർക്കാർ പിണറായി സർക്കാർ മാറിയിട്ട് UDF സർക്കാർ വരികയാണെങ്കിൽ അവരത് പൂർത്തിയാക്കുമായിരിക്കും.
അങ്ങനെ പൂർത്തിയാക്കുമ്പോൾ ചിലപ്പോൾ അവർ പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനം നടത്തിയിട്ടുണ്ടാവും. അവർ തുടങ്ങി വെച്ചു, അവരാണ് അത് പൂർത്തിയാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അവരെ കൊട്ടയിലേക്ക് അതെടുത്ത് വെച്ചു എന്നും വരാം, അങ്ങനെയും വരാം. ഏതായാലും ഈ സർക്കാർ ആണ് ഇച്ഛാശക്തിയോടെ അത് ഇറങ്ങി അതിന് നിർമ്മാണം നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിണറായി സർക്കാരിനെ നന്നായി വിമർശിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന വാചകങ്ങൾ പലരും ഇറക്കി വിടുമ്പോൾ, അതും ഉത്തരവാദിത്ത സ്ഥാനത്തിരിക്കുന്നവർ ഇറക്കി വിടുമ്പോൾ അതിനൊന്ന് തിരുത്തി കൊടുക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്തമാണെന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. 10-60 വർഷം മുമ്പ് വിഭാവന ചെയ്ത ഒരു പദ്ധതി, ആ പദ്ധതിക്ക് ഈ പിണറായി സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ട് അതിവേഗം അത് നിർമ്മാണം പൂർത്തിയാക്കേണ്ട ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പുള്ള സർക്കാർ, ഇടത് വലത് സർക്കാർ, എല്ലാവരുടെയും ആ ഭരണം ഏത് വിധത്തിലായിരുന്നു ചിന്തിച്ചാൽ മതി. ഇനി വേണ്ട, ഇനി ഇത് ഇവിടെ മറ്റൊരു പദ്ധതി വരുന്നുണ്ട്. ഏത്? വയനാടത്തെ ആ ചുരത്തിലൂടെ സഞ്ചരിക്കുന്നവർക്കറിയാം, ഏതെങ്കിലും സമയത്ത് ചുരത്തിൽ ബ്ലോക്കിൽപ്പെട്ടവർക്കേ അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അതിവേഗം പോകേണ്ട ആൾക്കാർ മണിക്കൂറുകളോളം, ചിലപ്പോ ഒരു ദിവസം മുഴുവൻ അവിടെ ബ്ലോക്കിൽ കിടക്കും. ഏതെങ്കിലും ഒരു വളവിൽ ഒരു വണ്ടി മര്യാദയ്ക്ക് അവിടെ കിടന്നാൽ മതി, അല്ലെങ്കിൽ ഒന്ന് ആക്സിഡന്റ് ആയാൽ മതി. എന്തൊരു യാത്രാ ദുരിതമാണെന്നറിയോ? വയനാട് ജില്ല എന്ന് പറയുന്ന ജില്ലയെ നമ്മുടെ കേരള ഭൂപടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തി ഇട്ടേക്കുന്നത് ഈ ചുരമാണ്. അതായത് 2 കാലാവസ്ഥയാണ്, 2 തരം സംസ്കാരമാണ്. ഒരു സംസ്ഥാനമാണെങ്കിൽ 2 സംസ്കാരം, 2 തരം പൗരന്മാരെ സൃഷ്ടിച്ചു വെച്ചേക്കാണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിവേഗം സഞ്ചരിക്കാനുള്ള ഒരു പാത വേണം. അതാണ് വയനാട് തുരങ്കപ്പാത. ആരാണ് അതിന്റെ നിർമ്മാണം തുടങ്ങിയത്? ആരാ തുടങ്ങിയത്? ആശയം ആര് കൊണ്ടുവന്നു എന്ന് എനിക്കറിയില്ല. ആര് കൊണ്ടുവന്നാലും ഇപ്പോൾ അതിന്റെ പണി തുടങ്ങി. അത് പണി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ചിലപ്പോൾ അടുത്ത സർക്കാർ, അത് പിണറായി സർക്കാരായാലും ഇനിയും വേറെ LDF സർക്കാരായാലും അത് UDF സർക്കാരായാലും ആരായാലും അത് പൂർത്തിയാക്കും. 5 കൊല്ലത്തിനുള്ളത് പൂർത്തിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ പൂർത്തിയാകുന്ന സമയത്ത് അന്നത്തെ സർക്കാർ ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് കൊട്ടയിലാക്കും. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഇടത് വലത് സർക്കാർ ആരെയായാലും ഇവിടെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നത് ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. അവർ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. അത് ചെയ്തിട്ട് ഞങ്ങളത് ചെയ്തു എന്ന് വീമ്പിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം നിങ്ങളുടെ ആരെയും തറവാട്ട് വീട്ടിൽ നിന്ന് ഇത് എടുത്തുകൊണ്ട് വന്നിട്ടല്ല ഇത് ഉണ്ടാക്കണത്. സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് ഒന്നുകിൽ ജനങ്ങൾ കൊടുക്കുന്ന പണം, അതല്ലെങ്കിൽ കടമെടുക്കുന്ന പണം, ഈ 2 പണമായാലും ജനങ്ങൾ തന്നെയാണ് ഈ കടം വീട്ടേണ്ടത്. അല്ലാതെ വേറെ ആരുടെയും കുട്ടിയാപ്പാന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരാനൊന്നുമില്ലല്ലോ. അത് പിണറായി ആയാലും ഉമ്മൻചാണ്ടി ആയാലും വേറെ ഏത് ചാണ്ടി ആയാലും. അല്ല, ഇതൊക്കെ കേട്ടാ തോന്നും ഇത് ആരുടെയൊക്കെ തറവാട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണെന്ന്. അങ്ങനെയല്ല. പക്ഷെ അത് ഇച്ഛാശക്തിയോടെ അത് നടപ്പിലാക്കാൻ ഒരു സർക്കാർ വേണം. ആ സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് വീമ്പിളക്ക് കേൾക്കാൻ വേണ്ടിയില്ല. അങ്ങനെ ചെയ്യാനാണല്ലോ കയറ്റി വെക്കണത്. പിന്നെ ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ ഞങ്ങൾ അന്ന് തുടങ്ങി വെച്ചതാണ്, ഞങ്ങൾ ഇന്ന് തുടങ്ങി വെച്ചാണെന്നുള്ള താളം ഇങ്ങോട്ട് ഇറക്കണ്ടെന്നോ. ഞങ്ങൾ തുടങ്ങി വെച്ചാണ് ഇന്നപ്പം ഞങ്ങൾ ചെയ്തുകൂടായിരുന്നു. ഇത് ഉറങ്ങായിരുന്നു ഇത്രയും കാലം. 1960 കാലഘട്ടം മുതൽ ഇങ്ങോട്ട് 10-60 കൊല്ലം എടുക്കണമെങ്കിൽ ഇത് LDF മാത്രമാണ് അവിടെ ഭരിച്ചത്. നിങ്ങളന്ന് തുടങ്ങി വെച്ച ശേഷം മുഴുവൻ LDF ആണ് ഇവിടെ ഭരിച്ചതെന്ന് തോന്നുന്നല്ലോ ഈ കേട്ടാല്. അല്ലെങ്കിൽ LDF സർക്കാർ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവന്നില്ല എന്ന് തോന്നുന്നല്ലോ. അപ്പൊ അതല്ല, രാഷ്ട്രീയ വിരോധമാകാം. അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, അതായത് നമ്മുടെ രാഷ്ട്ര പ്രവർത്തനത്തിൽ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണ പ്രവർത്തനങ്ങളിൽ നടത്തുന്ന അഴിമതിയോ സ്വജനപക്ഷപാതമോ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, അത് കണ്ടമാനമുള്ള ഒരു സർക്കാർ തന്നെയാണിത്. ആ ഒരു മേഖലയിലെ വിമർശനങ്ങൾ നമ്മൾ നടത്താം. പക്ഷെ നിർമ്മാണ മേഖലയിലെ വിമർശനങ്ങൾ നടത്തുമ്പോൾ അല്പം ആലോചിച്ചും കണ്ടും വേണം. Different angles. Don't forget to subscribe and support this channel.